ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച. ഇംഗ്ലീഷിലെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമെങ്കിലും മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ക്രൂശിന്മേലേറ്റത് നമുക്ക് നന്മയായി മാറി. അതുകൊണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന്. നമ്മൾ പുത്രൻ അനുഭവിച്ച വേദന നോക്കുമ്പോൾ അത് ദുഃഖകരമാണ്. അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എനിവേ, ചില അബ്സ്ട്രാക്റ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. വേദപുസ്തകം എല്ലാവരും ഈ ദിവസങ്ങളിൽ വായിക്കുന്നതായതുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ, സമയക്കുറവുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:33 വാക്യം. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും, അതായത് ക്രിസ്തുവിനെയും ദുഷ്ടവൃത്തിക്കാരെയും, രണ്ട് കള്ളന്മാരെയും, ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. ദാറ്റ്സ് വെരി സിമ്പിൾ ഇല്ലേ? അതായത് ദേ ക്രൂസിഫൈഡ് ഹിം ഓൺ ദ പ്ലേസ് വെർ ഇറ്റ് ഈസ് കോൾഡ് ദ പ്ലേസ് ഓഫ് ദ സ്കൾ. തലയോടിടം എന്ന സ്ഥലം എത്തിയപ്പോൾ, അങ്ങനെ ഒരു സ്ഥലം, തലയോടിടം എന്നൊരു ഇത്, അതായത് ആദ്യത്തിനെ കുഴിച്ചിട്ട സ്ഥലം എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവനെ അവിടെ ക്രൂശിച്ചു. വെരി സിമ്പിൾ. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവന് എന്തുമാത്രം അടിയുണ്ട്, എത്ര ചോര തെറിച്ചു വീണു, എത്രമാത്രം പ്രശ്നമുണ്ട്, എന്തെല്ലാം തരത്തിൽ ദൈവം ആഗണൈസ് ചെയ്തു, അതിൻ്റെയൊന്നും ഗോറി ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതിയിട്ടില്ല. അത്രേ പറയുന്നുള്ളൂ കർത്താവിനെ ക്രൂശിച്ചു എന്ന്. 4 സുവിശേഷങ്ങളിലും ആ ഡീറ്റെയിൽസ് അതിലോട്ട് പോകുന്നില്ല. നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ മെൽ ഗിബ്സണൊക്കെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ദ ചോസൺ, അതിനകത്തൊക്കെ ക്രൂശ് മരണം കാണിക്കുമ്പം കർത്താവിനെ അടിച്ച് കർത്താവിൻ്റെ ദേഹത്ത് 39 അടി കൊള്ളുമ്പം ആ ചോര വീഴുന്നതും കർത്താവിൻ്റെ മുഖം എല്ലാം കണ്ണു വീർത്തിരിക്കുന്നതും തലയിൽ കൂടെ രക്തം ഒഴുകുന്നതും സിരകളെല്ലാം പൊട്ടിപ്പോകുന്നതും ഇതൊക്കെ നമ്മൾ കാണുമ്പം നമ്മൾ വാവിട്ട് കരയും. ഞാനും കരഞ്ഞിട്ടുണ്ട്. ആദ്യമേ ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിനകത്ത് ഞാൻ കണ്ടിട്ട് വർഷങ്ങൾക്ക് മുമ്പ്, അന്നേരം എൻ്റെ മോൻ അമേരിക്കയിലെ വാട്ടൺ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐ വാസ് ഇൻ അമേരിക്ക അറ്റ് ദാറ്റ് ടൈം. ഒരു ദിവസം രാത്രിയിൽ ഇത് എനിക്ക് ഇട്ട് തന്നു മമ്മി കാണുന്നത്. ആ കർത്താവ് ക്രൂശുമരണം എടുക്കുന്ന ഭാഗമായപ്പോൾ ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം നമുക്ക് സഹിക്കത്തില്ല, അത്ര ഡീറ്റെയിൽഡായിട്ടാണ് അവർ. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദ പാസ് ഓവർ ലാംബ് ഹാസ് ടു ബി സാക്രിഫൈസ്ഡ്. The 4 gospel writers write nothing about the details of Jesus' suffering. There they crucified him. അവിടെ അവനെ കുരിശിച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇംഗ്ലീഷിൽ. 4 വേർഡ്. There they crucified him. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ അൾട്ടിമേറ്റത്തിലേക്കിട്ട് വരുമ്പോൾ അവനെ അവിടെ ക്രൂശിച്ചു അത്രമാത്രമേ എഴുതിയിട്ടുള്ളൂ ഇംഗ്ലീഷിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അങ്ങനെ വേദപുസ്തകത്തിൽ 4 ഭാഗത്തും 4 ഗോസ്പലിലും ഈ കർത്താവിൻ്റെ അതികഠിനമായ വേദനയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. കർത്താവ് നേരെ ഓരോന്ന് പറയുന്ന 7 മൊഴികളൊക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വേദനയുടെ ആഴം പറയാത്തത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇഫ് ദേ ഫോക്കസ് ഓൺ ദ ഫിസിക്കൽ സഫറിങ്, the reader can stop there and mistakenly think, once I have come to realize this, I have grasped the truth. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ശരീരത്തിന്മേലുള്ള ഈ വേദനയുടെ ആഴം മനസ്സിലാക്കി അത് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പാർട്ടേക്ക് ചെയ്യുമ്പം നമ്മുടെയൊക്കെ ഒരു ചിന്ത വരും, ഞാനും ദൈവത്തിൻ്റെ കൂടെ സഫർ ചെയ്തു, അത് മതി, ഞാനും യേശുവിൻ്റെ കൂട്ട് ആ മനസ്സുകൊണ്ട് കുറേ ദുഃഖിച്ചു, അത് മതി, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതല്ല വേദപുസ്തകത്തിൻ്റെ പർപ്പസ്. കർത്താവ് പറയുന്നില്ലേ, നിന്റെ ദേഹത്തെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടണ്ട, എന്നാൽ നിന്റെ ദേഹിയെ, അന്തരാത്മാവിനെ നശിപ്പിക്കാൻ നോക്കുന്നു, നിന്റെ സ്വർഗരാജ്യം നശിപ്പിക്കാൻ, നിന്റെ നിത്യരക്ഷ ഇല്ലാതാക്കാൻ നോക്കുന്നവനെയാണ് നീ ഭയപ്പെടേണ്ടത്. അവിടെയാണ് ആ പോയിന്റ്. ആ ഒരു കാതലായ പോയിന്റ് നമ്മൾ ഈ ഒരു ദുഃഖവെള്ളിയാഴ്ച സത്യം മനസ്സിലാക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കും, കർത്താവിൻ്റെ കൂടെ പോയിരുന്നു, ക്രൂശിൻ്റെ മേലിൽ നിന്നും രക്തം വീണു, ആ വേദന കണ്ട് ഞാനും കുറച്ച് നേരം കരഞ്ഞു, അതോടെ കർത്താവിന് സാറ്റിസ്ഫൈഡ്. നോ, ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ഐ ഹാവ് ഗ്രാസ്പ്ഡ് ദ ട്രൂത്ത്. ഞാൻ സത്യം മനസ്സിലാക്കി. നോ, എന്താണ് ഇതിൻ്റെ ഡീപ്പറായിട്ടുള്ള മീനിങ്? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഡീപ്പർ, ദ സിമ്പതി ഫോർ ജീസസ് ആസ് ദ പെർഫെക്റ്റ് സഫറർ സ്റ്റോപ്പ് ഷോർട്ട് ഓഫ് ഫെയ്ത്ത് ഇൻ ജീസസ് ദ പെർഫെക്റ്റ് സേവിയർ.
അതായത് എനിക്ക് വേണ്ടി ക്രിസ്തു ദേഹത്ത് മുഴുവൻ ഈ ഭാരവും വേദനയും പാപത്തിൻ്റെ അടിയെല്ലാം കൊണ്ടുകഴിഞ്ഞ് ഞാനും കർത്താവിൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ നേടിയെന്ന് എനിക്കും ചിന്ത വരും, നിങ്ങൾക്കും ചിന്ത വരും. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. പിന്നെയോ കർത്താവാണ് ഏക രക്ഷിതാവെന്ന് മനസ്സിലാക്കുന്നതാണ്. അവിടെ ക്രൂശിൽ കിടന്ന് അവൻ വേദനിച്ച് കരയുമ്പോൾ എൻ്റെ അന്തരാത്മാവിന്, എൻ്റെ അകത്തെ മനുഷ്യന് വേണ്ടിയുള്ള കരച്ചിൽ, പുറത്തെ ദേഹം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആക്കുകയാണ് ഇവിടെ ചെയ്തത്. പുറത്തെന്ത് പലപ്പോഴും നമ്മൾ ചോദിക്കുമോ എനിക്ക് അനന്ത അടി കൊണ്ട് ഞാനത് എൻ്റെ ഭർത്താവിനെ അടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാരടിക്കുന്ന ചിലർ കർത്താവിൻ്റെ അടുക്ക് ചെന്ന് സങ്കടം പറയും. ഇതെന്ന് പറഞ്ഞു കർത്താവ് പറയും അവൻ നിൻ്റെ ദേഹത്തിന്, ഈ ഭാര്യമാർ ഭർത്താവിനെ അടുപ്പിക്കുന്നത് ഈ അടുത്തിടെ ഒരെണ്ണം ഉണ്ടായി. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ ദൈവമേ എന്തൊരു കാലമാണ്. അടുപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ അപ്പോൾ ഭർത്താവ് നേരം ദേഷ്യപ്പെടും, ഇനി ഞാൻ അവളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ അവളെ ഇനി കാണത്തില്ല, അവളെ കൊന്നുകളയെന്നൊക്കെ പറയും. പക്ഷേ 4 ദിവസം കഴിയുമ്പോൾ കൗൺസിലർ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ ഭർത്താവ് ഭാഗമായിട്ട് പിന്നെ വിടുന്നതാണ്. എന്താ, ആ ഫിസിക്കൽ പെയിൻ അല്ല ഇവിടെ പ്രധാനം, പക്ഷെ ആത്മാവിൻ്റെ ദാഹം. കർത്താവ് എൻ്റെ ആത്മാവിനെ രക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ശരീരത്തിനാണല്ലോ പ്രശ്നം ഉണ്ടായത്. പാപം ശരീരമുള്ളപ്പോഴല്ലേ ഉള്ളൂ, ശരീരം തീരുമ്പം തീർന്നില്ലേ. പക്ഷെ ഈ ശരീരം ഉള്ളപ്പം നമ്മൾ ആത്മാവിനെ ജീവിപ്പിച്ചില്ലെങ്കിൽ ഈ ജീവിതം നശിച്ചു പോവുകയാണ്. അത് നമ്മൾ നേരെ നരകത്തിലോട്ട് പോകും. ആ ഒരു സത്യം ഇതുകൊണ്ട് മനസ്സിലാക്കണം. ഫെയ്ത്ത് ഇൻ ജീസസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ക്രിസ്തുവിൻ്റെ സഫറിങ്. എനിക്ക് വേണ്ടി അവൻ സഹിച്ചത് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നിൽ പരിശുദ്ധാത്മാവിട്ട് വിമലയെന്ന് ഞാൻ സ്വർഗത്തിൽ ചെല്ലാൻ വേണ്ടി ഈ ക്രൂശിൽ കയറിയതെന്നുള്ള ബോധം എനിക്ക് വരണം. എൻ്റെ മക്കൾക്ക് വേണ്ടി ഈ ക്രൂശ് മരണം ഏറ്റെടുത്തത് ഈ ലോകത്തിൻ്റെ ഇമ്പത്തിൻ്റെ പുറകിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ പുറകെ നടക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ കൊടുത്ത് അന്തരാത്മാവിനെ ജീവിപ്പിക്കണമേ എന്നുള്ള സത്യം മനസ്സിലായി. ഈവൻ ഇൻ ദ ലെറ്റർ ആൻഡ് ആക്ട്സ് ഓഫ് ദി epistles, the details of the crucifixion is not written. അപ്പോസ്തല പ്രവൃത്തികളിലും അതുപോലെ തന്നെ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിലും ഒന്നും ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മരണത്തിൻ്റെ ആ കഠിനമായിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടില്ല. അതായത് കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തം വീഴുന്നുകൊണ്ടിരിക്കുന്നു, ആ രക്തം ചുമന്നത് അത് കട്ടിയായിട്ട് വീഴുന്നു, അവൻ്റെ കയ്യിൽ നെയിൽസ് അല്ലെ വലിയ എത്ര നെയിൽസ് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ റോമിലൊക്കെ പോകുമ്പോൾ അറിയാം. അന്നത്തെ ആണി എന്ന് പറഞ്ഞാൽ ആണിക്ക് കൂർമ്മയായ ഒരു അറ്റമില്ല, വെറും ഒരു ചതുരമാണ് അതിൻ്റെ ഷേപ്പ്. അന്ന് ആണിക്ക് കൂർമ്മയല്ല, അത് വെച്ചാണ് അടിച്ച് കയറ്റുന്നത്. നമുക്കത് കാണുമ്പോൾ ഈ ഒരു കട്ടിയുള്ള ഒരു സാധനം നമ്മുടെ കയ്യെ കൂടെ അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ഞാനത് കണ്ടപ്പോൾ എനിക്കുണ്ടായ സങ്കടം. കൂർത്താണ് എളുപ്പം. നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നല്ല കൂർത്ത ശുചിയാണ്, നമുക്ക് അധികം വേദന വരില്ല. ഇത് നല്ല ചതുരമുള്ള സാധനം വെച്ച് നമ്മളെ അടിച്ചു കയറ്റി ആ ആണി വെച്ചൊക്കെ, അതൊന്നും അപ്പോസ്തലൻ എഴുതിയിട്ടില്ല. കാരണം ദേഹത്തെ ചെയ്യുന്നതിനല്ല, നമ്മുടെ ദേഹം കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അപ്പച്ചൻ ദേഹത്ത് സഹിച്ചത് എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് പ്രയോജനമില്ല. അത് നമ്മൾ ഹീ ഹിംസെൽഫ്, അതായത് ബൈബിൾ ഡസ് നോട്ട് ഗീവ് ദ ഗോറി ഡീറ്റെയിൽസ് ഓഫ് ദ പെയിൻഫുൾ തിങ്സ് വിച്ച് ജീസസ് സഫേർഡ്. ഹീ ഹിംസെൽഫ് ബോർ അവർ സിൻസ് ഓൺ ദ ക്രോസ്. അവൻ കുരിശിൽ എൻ്റെയും നിങ്ങളുടെയും പാപം. അപ്പം നമ്മൾ കാണേണ്ടതിന് ഈ ശരീരമുള്ള യേശു അവിടെ കിടപ്പുണ്ട്, പക്ഷേ അകത്തെ ആത്മാവിൻ്റെ കരച്ചിൽ. അതുകൊണ്ടാണ് ശരീരത്തിൽ അടിക്കുമ്പോൾ യേശു വിളിച്ച് പറയുന്നുണ്ടല്ലോ 7 പ്രാവശ്യം, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. 1 പത്രോസ് 3:18 ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായിട്ട് ഒരിക്കൽ മരിച്ചു. സിൻ നീഡ്സ് ടു ബി അറ്റോൺഡ് ഫോർ. ഇവിടെ ഈ അറ്റോൺമെൻറ്റിന് ആവശ്യമുണ്ട്. അറ്റോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ടു ബ്രിങ് റിക്കൺസിലിയേഷൻ ടു ദോസ് ഹു ആർ ഏലിയനേറ്റഡ് ഫ്രം ദ ഫാദർ. പിതാവാം ദൈവത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന അറ്റോൺമെൻ്റായിട്ട് യേശു കുഞ്ഞാടായിട്ട് തൻ്റെ രക്തം ചൊരിയുകയാണ്. അത് നിയമം ഫുൾഫിൽ ചെയ്യാണ്. രക്തത്തിന് രക്തം, കണ്ണിന് കണ്ണ്, ചെവിക്ക് ചെവി, രക്തത്തിന് രക്തം, ബ്ലഡിന് ബ്ലഡ് കൊടുക്കണമല്ലോ. അപ്പം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ആദം ചെയ്ത പാപത്തിന് വേണ്ടി രണ്ടാമതൊരാൾ
രണ്ടാം ആദമായിട്ട് വന്ന യേശു പാപം ചെയ്യാതെ തൻ്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത് എൻ്റെ ആത്മാവിനെയും നിങ്ങളുടെ ആത്മാവിനെയും വീണ്ടെടുക്കാനാണെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് തൊടണം. അതല്ലാതെ എന്തെല്ലാം കാണിച്ച് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് പോയി ഞാൻ വൈകിട്ട് വരെ ഇരുന്ന് രാത്രി വരെ ഇരിക്കുന്നതിന് കാര്യമില്ല. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഒരുവൻ പോലും റൈച്ചസ് അല്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ യേശുക്രിസ്തു ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു കള്ളൻ കിടപ്പുണ്ട്, മറ്റേ സൈഡിൽ വലത്. നമ്മൾ വലതും ഇടതെന്ന് പറയുന്നു, അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല. എങ്ങനെയല്ലാട്ടെ, ഇടതുവശത്തെ കള്ളൻ യേശുവിനെ കുറ്റം പറയാണ്. നീ ദൈവമാണെങ്കിൽ നിന്നെ രക്ഷിക്കുക, എന്നെ കൂടെ രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഹീ ഈസ് നോട്ട് ഹംബിൾ. എന്നാൽ വലതുഭാഗത്തെ കള്ളൻ പാപബോധം വരുന്നുണ്ട്. പാപം എന്ന് വെച്ച് പറയുന്നുണ്ട്, അവനെ കുറ്റം പറയാണ്. നമ്മൾ ഈ ക്രൂശ് വഹിക്കുന്നത് നമുക്ക് ഡിസേർവിങ് ആണ്, നമ്മൾ പാപം ചെയ്തിട്ടാണ്. പക്ഷേ ഈ നടുക്ക് കിടക്കുന്ന യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം പൈലറ്റ് പറയുന്നുണ്ട് ഇവൻ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന്. എല്ലാ കോടതികളും ഒരു പാപം ഇവൻ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്തുവാ, എന്നാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നാണ്. പക്ഷെ എന്നിട്ട് കുറ്റം ചെയ്യാത്ത ഒരാളെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, ക്രൂശിച്ചോളാൻ പറയുന്നു. അപ്പം കോർട്ട് സിസ്റ്റം ഈസ് റോങ്, ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് റോങ്, പിന്നെ ദി ഫിസിക്കൽ സിസ്റ്റം ഈസ് റോങ്, എവറിത്തിങ് ഈസ് റോങ്. അത് തന്നെയാണ് ഇന്നും കാണുന്നത്. ഒരാൾക്ക് പ്രയാസം വന്നാൽ ദൈവമല്ലാതെ ഒരുത്തരും സഹായിക്കാൻ വരത്തില്ല. കാരണം ദ സിസ്റ്റം ഈസ് അബ്സല്യൂട്ട്ലി റോട്ടൺ. അപ്പം ഈ വലതുഭാഗത്തെ കള്ളൻ പറയുകയാണ്, നീ മിണ്ടാതിരി, നമ്മളോ അർഹിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ ഈ നടുക്ക് കിടക്കുന്ന യേശു ഒരിക്കലും ഒരു പാപവും ചെയ്യാത്തവൻ എങ്ങനെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഹീ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഒരു പാപിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് യേശുവിനെ ക്രൂശിക്കാൻ ഒത്തതെന്ന്. ബിക്കോസ് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ ലോ. നിയമത്തിനും നീതിക്കും വിപരീതമാണ്. അതല്ലേ ഇന്നും നടക്കുന്നത്. അപ്പോഴാണ് അവൻ ബോധം എന്ന് പറയുന്നത്, ദൈവമേ നീ ഇന്ന്, അതായത് രാജ്യത്വം പ്രാപിക്കും. അവന് മനസ്സിലായി. ഉടനെ അന്തരാത്മാവ് പറഞ്ഞു രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. അപ്പോൾ ഉടനെ തന്നെ വലതുഭാഗത്തെ കള്ളനോട് യേശു പറയുന്നത്, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കുന്നു. അതാണ് ക്രൂശ് മരണം. ഇന്നൊരു ദിവസം എൻ്റെ കൂടെ ഞാനും എൻ്റെ കുടുംബവും പറുദീസയിലിരിക്കണം. അതെനിക്ക് ആവശ്യമാർത്താവേ. ഞാൻ വേറൊന്നും ഇന്ന് ചോദിക്കുന്നില്ല, വേറൊന്നും ഇന്ന് ചോദിക്കരുത്. സത്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെന്നോ മക്കളുടെ കല്യാണം അതൊന്നും ഇന്ന് എടുക്കരുത്. എന്നൊറ്റൊരു പോയിന്റ്, ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റെ ആത്മാവിൽ നിറയണം. അതിനുള്ള യുദ്ധത്തിൽ ഈ ദുഷ്ടശക്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് വന്ന് ഞാൻ കുട്ടുക്കത്തില്ല കർത്താവേ. ഞാൻ പിതാവിനെ ഏൽപ്പിച്ച ഒറ്റയൊരുത്തരെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകത്തില്ല. ദേ കനോട്ട് സ്നാച്ച് ഹിം ഫ്രം ദ ഹാൻഡ് ഓഫ് ദ ഫാദർ ഗോഡ്. അപ്പോൾ പുത്രനിൽ സീൽ ചെയ്യുകയാണ് നമ്മൾ, പുത്രനിൽ സീൽ ചെയ്യാണ്. ആടുകൾക്ക് ബോധമൊന്നുമില്ല, ആടിന് വിവേകമില്ല നടക്കുകയാണ്. ചില ആടിനൊക്കെ വസ്ത്രവും ഇല്ല, നാറ്റം പിടിച്ച് നടപ്പുണ്ട്. ചിലർ ഡ്രിങ്ക്സും ഡ്രഗ്സും എടുത്ത് കിടക്കുന്നു. ചിലർ ഇനി ഈസ്റ്റർ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ പിടിപൂരാക്കാനിരിക്കും. അതൊന്നും അല്ല ഇന്ന് ചോദിക്കേണ്ടത്. ജസ്റ്റ് വൺ തിങ് ലോർഡ്, എൻ്റെ ആത്മാവിനെ അവർക്ക് പകർന്നു കൊടുത്തിട്ട് നീ അവരുടെ മേൽ സീൽ ചെയ്തിട്ട് എന്നേക്കുള്ള രക്ഷയുടെ ആത്മാവിനെ അവർക്ക് കൊടുത്തിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ അവരെ എത്തിക്കണം. വൺസ് അത് നമ്മൾ ഹാൻഡ് ഓവർ, അമ്മയെന്ന അധികാരത്തിൽ, അപ്പനെന്ന അധികാരത്തിൽ, സഹോദരൻ, നമ്മൾ അധികാരം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങണമെന്ന്. അപ്പോൾ ദൈവം അത് ഭൂമിയിൽ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗം, ഭൂമിയിൽ കെട്ടുന്നത് അഴുക്കിനല്ല. കർത്താവേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ നിൻ്റെ ആത്മാവിനോട് കെട്ടിവെച്ച് തരുന്നു. മക്കളുടെ, മരുമക്കളുടെ, കൊച്ചുമക്കളുടെ, നമ്മുടേത് അവിടുന്ന് മാറാനൊക്കത്തില്ല. ഈ ദേഹം എന്നൊക്കെ പെടഞ്ഞാലും ഞാൻ അവിടെ തന്നെ നിൻ്റെ മുമ്പിൽ കൊണ്ട്, കാരണം ഞാൻ കണ്ടു കഴിഞ്ഞു നിന്നെ. ഐ ഹാവ് സീൻ യു. നീ ആരെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തതിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യനെ പിന്നെ തൂക്കുകഴുത്തിലോട്ട് കയറ്റാൻ നേരത്തെ തലേ ദിവസം ഒരച്ഛൻ വന്നേച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾ രക്ഷയെക്കുറിച്ചൊക്കെ അന്ന് പറഞ്ഞപ്പോൾ അയാൾ ഈ പ്രീസ്റ്റിൻ്റെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുത്തേച്ച് പറഞ്ഞു, നീ ഇത് വിശ്വസിച്ചിട്ടാണോ എന്നോട് പറയുന്നതെന്ന് ചോദിച്ചു. പ്രീസ്റ്റിന് അതിശയപ്പോയി. നാളെ പിന്നെ കഴുക കയറ്റേണ്ടിയവനെ. അപ്പോൾ അയാൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ, നീ ഇത് പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ മുള്ളുകൊണ്ടും ഗ്ലാസ് കൊണ്ടും റോഡ് മുഴുവനും നിരത്തി വെച്ചാലും അതേ കൂടെ മുട്ടിൽമേൽ നടന്നുകൊണ്ട് എൻ്റെ അരികെ വന്ന് പറയുമായിരുന്നു, ഇതാണ് രക്ഷിതാവെന്ന്. ആ മനുഷ്യൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എത്രമാത്രം കൺവിക്ഷൻ എനിക്കും നിങ്ങൾക്കും ഉണ്ട് ഈ സത്യത്തിൽ. ആ സത്യം
അവൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ ആത്മാവിനെ രക്ഷിക്കാനാണ്. എൻ്റെ ജഡമല്ല. ജഡം ഒരു കാലത്തേക്കുള്ള വസ്ത്രം മാത്രം. പക്ഷേ എൻ്റെ അന്തരാത്മാവ്, എൻ്റെ മക്കളുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ സമൂഹത്തിൻ്റെ, എന്നോട് പിണങ്ങി നിൽക്കുന്ന സഹോദരി സഹോദരനൊക്കെ ആത്മാവിനെ രക്ഷിക്കണമേ. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. പൂർണ്ണമായിട്ട് കർത്താവ് ഇവർ ചെയ്യുന്നതെന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവർ നമ്മളെ അല്പനേരം ഉപദ്രവിച്ച് ചിന്തിക്കും. ദേഹത്തിൽ, നോട്ട് ഇൻ ദ സ്പിരിറ്റ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പുറമേയുള്ള വേദനകൾ കണ്ട് പലപ്പോഴും അവിടെ വെച്ച് സന്തോഷിച്ചോ നിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞെന്നും പറഞ്ഞിറങ്ങി വരാതെ, എന്തിനാണ് നീ ചെയ്തത്? ആ വലത്തുഭാഗത്തെ കള്ളനുള്ള വെളിച്ചം, ആ വെളിച്ചം, ആ സത്യം, ആ മർമ്മം ഇന്ന് തലമുറകളെ പഠിപ്പിക്കണം. ഇടതുവശത്ത് നിന്നവൻ നീ ദൈവമാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് എന്നെ കൂടെ രക്ഷിക്കുക എന്നൊക്കെ വിളിച്ചു പറയുമ്പം വലതുഭാഗത്തുള്ളവൻ പറയാണ്, നമ്മളോ പാപം ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. ഇന്ന് അടുക്ക നിൽക്കുന്ന ദൈവപുത്രൻ തന്നെ. കാരണം ഇവൻ ഒരു പാപവും ചെയ്യാഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാപം ഏറ്റെടുക്കുകയാണ്. അവൻ്റെ അന്തരാത്മാവ് തുറന്നു. അതുകൊണ്ടാണ് ദൈവത്തിനൊരു രാജ്യത്വമുണ്ടെന്നും രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് ആ മനുഷ്യന് പ്രാർത്ഥിക്കാനിടയായി. അതൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. ഒറ്റ വേർഡ്. അവിടെ അങ്ങ് സ്നാനത്തെക്കുറിച്ചോ മതം മാറുന്നതിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക്. ആ മനുഷ്യൻ കണ്ടു നിന്നെ ആരെന്ന്. ഞങ്ങളും അത് തന്നെ. ഞങ്ങളുടെ മക്കൾ കാണണം, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾ കാണണം തീക്ഷ്ണമായിട്ട്. ക്രൂശിൽ കടന്ന് ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞു. ഇന്നും സ്വർഗത്തിൽ വലതുഭാഗത്തെ കള്ളന് മഹത്തരമായൊരു സ്ഥാനമുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ ആ മനുഷ്യൻ്റെ പേര് നല്ല തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കും കൃപ തരണമേ. ഇന്നൊരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ക്രൂശ് മരണം നടന്നത് ഏത് ദിവസമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വി ആർ ജസ്റ്റ് റിമെമ്പറിങ്, കമ്മമറേറ്റിംഗ് ദാറ്റ് ഡേ. ആ ദിവസത്തെ ഓർക്കുകയാണ്. അത് ഞങ്ങൾ നിന്നെ ഓർപ്പിക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അല്ല ഇത് ചെയ്തത്, പിന്നെ എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. കുഞ്ഞാടിൻ്റെ രക്തം വന്നപ്പോൾ മരണദൂതൻ മാറിപ്പോയതുപോലെ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ എന്ന് ലോകത്തിൻ്റെ പാപത്തെ വഹിച്ചവൻ എൻ്റെയും എൻ്റെ തലമുറകളുടെയും പാപത്തെ വഹിച്ചതിനാൽ ഇന്ന് പിശാച് കൊണ്ടുവന്ന് കടച്ചിട്ട് വലിച്ചു കീറി കരിച്ചു കളഞ്ഞിരിക്കുന്നു. വി ആർ സെറ്റിംഗ് ഫ്രീ അവർ ചിൽഡ്രൻ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ലിവിങ് ഗോഡ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നാഥ. അവിടുന്ന് അത് ആ ഉത്തരവ് അഭിഷൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കുകയാണ്. ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി വിൽ സെർവ് ദ ലോർഡ്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ സത്യമെന്ന് മനസ്സിലാക്കിച്ചു തന്നത് നിൻ്റെ ക്രൂശ് മരണമാകിയാൽ പിതാവിനോട് നിരപ്പിച്ച ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കമന്ന് കടന്ന് സാഷ്ടാംഗം കടന്ന് സ്തോത്രം ചെയ്യും. നന്ദിയോടെ സ്തോത്രം. തലമുറകളെ വീണ്ടെടുത്ത ദൈവം പുത്രൻ തമ്പുരാൻ്റെ രക്തത്താൽ കുഞ്ഞാടുകളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.